ഹലോ, ഒത്തിരി നാളുകൾക്ക് ശേഷം ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ഈദായിട്ട് ഇന്നൊരു കുക്കിംഗ് വീഡിയോ എടുക്കാനാണ് വിചാരിക്കുന്നത്. ഒരു ബിരിയാണി കഴിക്കാനായിട്ട് ഒരു പൂതി. ഇന്നലെ കഴിക്കാനൊന്നും തോന്നുന്നുണ്ടായില്ല, പക്ഷേ എല്ലാവരും സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ കണ്ടപ്പോൾ തോന്നി എന്തുകൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കിക്കൂടാ. അപ്പോൾ ഇന്ന് എന്താണെങ്കിലും എന്തെങ്കിലും കുക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബിരിയാണി ആയിക്കോട്ടെ. അപ്പോൾ നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഒരു തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ഓയിലും ഗീയിലും കൂടെ കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റണം. എന്നിട്ടൊരു വലിയൊരു ബിരിയാണി പാത്രം എടുക്കുക. അതിലേക്ക് സവാള വഴറ്റുക, ജിഞ്ചറും ഗാർലിക്കും പച്ചമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾക്ക് ചേർക്കേണ്ടത് അല്പം മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഒരല്പം തൈരും കൂടെ, ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. അതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞളും തൈരും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 1 kg ചിക്കനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. റൈസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ലാസ്റ്റായിട്ട് ഗരം മസാലയും കൂടെ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഫൈനലായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം. ചിക്കൻ്റെ മുകളിലേക്ക് ബിരിയാണി റൈസും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓനിയൻസും. അപ്പോൾ ഇതേ തലശ്ശേരി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. കുറച്ചില്ല, നല്ല പപ്പടവും പുഴുങ്ങിയ മുട്ടയും സാലഡും ചിക്കൻ ഫ്രൈയും എല്ലാം ഉണ്ട്. നമുക്ക് കഴിക്കാം. നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഹാപ്പി ഈദ്.